1.25 ഏക്കറിൻ്റെ പെർമിഷൻ മാത്രമേ ഈ വാഗാട് കമ്പനി ഏകദേശം 2.5 ഏക്കർ സ്ഥലം അവർ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ മണ്ണെടുത്ത് നീക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കായി വാഗഡ് കമ്പനി മണ്ണെടുത്ത ഉപ്പിലാറ മലയിൽ കുടുംബങ്ങൾ ഭീതിയിൽ. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശം. ഇടിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ചെറിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയത്. ഇടിയാൻ പാകത്തിൽ നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഇവിടെ. മഴ തുടരുകയാണെങ്കിൽ മലപ്പുറത്ത് സംഭവിച്ചതുപോലെ മലയിടിയാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. തിരുവള്ളൂർ പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ദേശീയപാത വികസനത്തിനായി വലിയ തോതിൽ മണ്ണെടുത്ത സ്ഥലമാണ് ഉപ്പിലാറ മല. ബെഞ്ച് ടൈപ്പിൽ മണ്ണെടുക്കണമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും ഇത് പൂർണ്ണമായും പാലിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മണ്ണിന് ഉറപ്പ് കുറവായതിനാൽ ഈ രീതിയിൽ മണ്ണെടുത്ത സ്ഥലവും ഇടിച്ചിൽ ഭീഷണിയിലാണ്. മലയുടെ മുകൾ ഭാഗത്തും താഴ്വാരത്തും താമസിക്കുന്ന ജനങ്ങൾ ഭീതിയിലായിട്ടുണ്ട്. മലയിൽ നിന്ന് ചെളിവെള്ളം ഒലിച്ചിറങ്ങി മീൻകണ്ടി കീഴൽമുക്ക് റോഡിലൂടെ യാത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ചെളിവെള്ളം ഒഴുകി കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ മണിയൂർ ഡിസ്ട്രിബ്യൂട്ടറി കനാൽ നികന്നു തുടങ്ങി. കനാലിന്റെ പാർശ്വഭാഗങ്ങളും തകർച്ചയുടെ വക്കിലാണ്. മലയിലേക്ക് വെട്ടിയ താൽക്കാലിക റോഡിന്റെ അരികിലായി ഒരു വീടുണ്ട്. ഈ വീടും ഭീഷണിയിലാണ്. ഉപ്പിലാറ മല മഴ പെയ്തതിനു ശേഷം വലിയ ഭീഷണിയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്നത്. ഏകദേശം ഈ മലയുടെ കിഴക്കും പടിഞ്ഞാറുമായി ഏകദേശം 10-50 കുടുംബങ്ങൾ ഇതിൻ്റെ താഴ്വാരത്ത് താമസിക്കുന്നുണ്ട്. ഇങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മണ്ണിടിച്ചിൽ കാണുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഭയങ്കര ഭീതിയോടുകൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ മലയിൽ മണ്ണെടുക്കുന്നത് യാതൊരുവിധ ശാസ്ത്രീയമായ പഠനവും ഇവർ നടത്തിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ജില്ലാ ജിയോളജി ഓഫീസിൽ കയറി ഇറങ്ങുകയും ഈ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ ആകെ ഉപ്പിലാറ മലയിൽ നിന്ന് 1.25 ഏക്കറിൻ്റെ പെർമിഷൻ മാത്രമേ ഈ വാഗാട് കമ്പനി എടുത്തിട്ടുള്ളൂ. എന്നാൽ ഏകദേശം 2.5 ഏക്കർ സ്ഥലം അവർ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ മണ്ണെടുത്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പം മലയുടെ പല ഭാഗങ്ങളും ഇങ്ങനെ ഇടിഞ്ഞ് നിരക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയുടെ സമയത്ത് ഈ മലയിൽ നിന്ന് കലക്ക് വെള്ളമാണ് താഴോട്ട് ഒഴുകിപ്പോയിരുന്നത്. അത് മലയിൽ സംഭവിക്കാവുന്ന വലിയൊരു അപകടത്തെയാണ് നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ചോട്ടിലൊരു ഒരു മുജീബിൻ്റെ വീടുണ്ട്. 2-3 പ്രാവശ്യം വണ്ടിയൊക്കെ മറിഞ്ഞ് അപകടാവസ്ഥയിലെ ഒരു വീടാണ്. ഇതുവരെ വാഗാട് കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ യാതൊരുവിധ പരിഗണന ആ വീടിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അവരോട് ആവശ്യപ്പെടുമ്പോൾ പറയാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വീട് മാറിയിട്ടുണ്ട്. ഈ മലയുടെ കിഴക്ക് ഭാഗം ചെരിവാണ്. ആ ചെരിവിലാണ് 10-45 വീടുകളോളുണ്ട്. അവരുടെ കുടിവെള്ളത്തിൻ്റെ ഒരു ആശ്രയം ഈ മലയായിരുന്നു. എന്നാൽ ഇത്തരം ഒരു പരിഗണനയും നോക്കാതെയാണ് അവർക്ക് എളുപ്പത്തിൽ മണ്ണെടുത്ത് കൊണ്ടുപോയി ലാഭം കൊയ്യാനുള്ള രീതിയിൽ ഉപ്പിലാറ മല മണ്ണെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മഴക്കാലത്തുള്ള ഈ മണ്ണിടിച്ചിലാണ്. ഈ മല മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-40 വീടുകൾ പാടെ നശിച്ചു പോയും ഒരുപാട് ജീവനാനി സംഭവിക്കുകയും ചെയ്യും. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടിയുള്ള എന്ത് ശാസ്ത്രീയ പ്രവർത്തനങ്ങളാണോ ഈ മലയിൽ നടത്തേണ്ടത് അതാണ് അവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഈ മല ഇടിഞ്ഞ് ജീവഹാനി സംഭവിക്കുന്ന ആ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ.